എന്റെ സഹാബാക്കൾ നക്ഷത്രത്തുല്യരാണ്, അവരാര് പിന്തുടരുന്നുവോ അവർ സന്മാർഗികളാണ് എന്ന്. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്. അള്ളാഹുവിന്റെ തിരുദൂതർ കാലേ കൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടേക്കാം. പരിശുദ്ധ ദീനിൽ കേട്ടുകേൾവിയില്ലാത്തത് തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് പ്രമാണബന്ധിതമായി പറയുമ്പോൾ അതങ്ങനെ വേണ്ട. മക്കത്തെ ഉമർ തറാവീഹ് 20 ആക്കിയെങ്കിൽ കേരളത്തിലെ ഉമർ അതിനെ 8 ആക്കി ചുരുക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ ഏത് ആദർശമാണ് ശരിയായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്നത്? അപ്രകാരം തന്നെ ഇവിടെ മുജ്തബ ഫൈസി വളരെ വിശദമായി കൊണ്ട് വഹാബിസത്തിന്റെ, മൗദൂദിസത്തിന്റെ, തബ്ലീഗ് ജമാഅത്തിന്റെ വികലവാദങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ. ആ ഒരു മാർഗങ്ങളൊക്കെ ഇവിടെ കടന്നു വരും. അള്ളാഹുവിന്റെ റസൂൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചര്യ പിന്തുടരണം, സച്ചരിതരായ സഹാബാക്കളുടെ മാതൃക നിങ്ങൾ പിന്തുടരണം. എന്നിട്ട് പറയുകയാണ്, തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്തിനാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? മുൻപല്ല് കൊണ്ട് കടിച്ചു പിടിച്ചാൽ ഇങ്ങനെ വഹാബിയൻ ചിന്തയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വികലവാദങ്ങളുമായി കടന്നു വരുന്നവർ, ഇങ്ങനെ തബ്ലീഗ് ജമാഅത്തിന്റെ വിദണ്ഡവാദങ്ങളുമായി കടന്നു വരുന്നവർ, ഇങ്ങനെ വിഷലിപ്തമായ ബിദ്ഈ ആശയങ്ങളുമായി കടന്നു വരുന്നവർ, നിങ്ങളെ ആശയങ്ങളെ വലിച്ചെടുക്കാൻ മുന്നോട്ട് വന്നാൽ ഒരുപക്ഷെ മുൻപല്ലുകൾ തെറിച്ചു പോയേക്കാം. അതുകൊണ്ട് ശക്തമായി മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് സമസ്ത പറയുന്നത്, ആദർശം അമാനത്താണ്, അതൊരു സൂക്ഷിപ്പ് സ്വത്താണ്, അതിനെ കളഞ്ഞു കുളിക്കേണ്ടതല്ല. ഇത് പറയാനാണ് സമസ്തയുടെ ഇടുക്കി ജില്ലാ നേതാക്കൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്. രണ്ടാമതായി പറയുന്നത്, അഹ്ലുസുന്നത്തി വജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കെതിരെ വരുന്ന ബിദ്അത്തിന്റെ ആശയങ്ങളെ ശരിക്കും സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുകയും ആ അപകടത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ രൂപീകരണത്തിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് കേരളീയ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമായി നേരായ പാതയിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ, സ്വർഗ്ഗവഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിച്ച സമസ്തയുടെ നായകന്മാർ, അവരുടെ വിടവാങ്ങൽ പോലും നമുക്ക് ശുഭസൂചനയായിട്ട് കടന്നുപോയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഒരു കൂട്ടർ അവർ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വഴിയിലൂടെ ജീവിതം ക്രമീകരിച്ചു, അതിനുവേണ്ടി അവർ ശബ്ദിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, അങ്ങനെയുള്ള ആളുകൾ സുമ്മസ്തഖാമു, പിന്നെ ഏറ്റവും നേരായ മാർഗം അതേതാണ്? സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന, സഹാബാക്കൾ പറഞ്ഞു തന്ന, താബീങ്ങൾ പറഞ്ഞു തന്ന, കേരളക്കരയിൽ സഹാബാക്കൾ കടന്നു